നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ആശങ്കപ്പെടുത്തുന്ന പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹ്ദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താ മെഹ്ദി രംഗത്തെത്തിയിരിക്കുകയാണ്. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞതിനർത്ഥം വിധി റദ്ദാക്കി എന്നല്ല എന്നാണ് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോഴും വധശിക്ഷ തടഞ്ഞതിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ച് തർക്കം തുടരുമ്പോഴാണ് പോസ്റ്റ് പുറത്തുവരുന്നത്. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അസാധാരണമല്ല. സമാനമായ കേസുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള സ്വാഭാവിക നടപടി മാത്രമാണ്. നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധ്യമുള്ള ആർക്കും ഇത് നന്നായി അറിയാമെന്നുമാണ് അബ്ദുൾ ഫത്താ മെഹ്ദി പറഞ്ഞത്. ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ വരുമെന്നും മെഹ്ദി പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. വധശിക്ഷ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ചർച്ച തുടരുമെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചിരുന്നത്. വടക്കൻ യമനിലെ പ്രാദേശിക ഭരണാധികാരികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം ഉണ്ടായതെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ഇത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് ചർച്ച നടത്തേണ്ടത് കുടുംബമോ കുടുംബം ചുമതലപ്പെടുത്തുന്ന വ്യക്തികളോ ആകണമെന്ന നിലപാടിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. നിമിഷപ്രിയയുടെ മോചനത്തിന് നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് നയതന്ത്ര മധ്യസ്ഥ സംഘത്തിന് യമൻ സന്ദർശിക്കാനുള്ള അനുമതി നൽകണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. മോചന ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ നയതന്ത്ര മധ്യസ്ഥ സംഘത്തിന് അനുമതി തേടി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയത്. ഈ കത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ നൽകിയ മറുപടിയിലാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബമോ കുടുംബം ചുമതലപ്പെടുത്തുന്നവരോ ആകണമെന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ചർച്ചകൾ തള്ളിക്കളയുന്നതാണ്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നിലവിൽ അഭിഭാഷകൻ സാമുവേൽ ജെറോമിനൊപ്പം യമനിലാണ്. മോചന ചർച്ചകൾക്കായി പ്രേമകുമാരി പവർ ഓഫ് അറ്റോർണി നൽകിയിരിക്കുന്നത് സാമുവേൽ ജെറോമിനാണ്. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും മകൾ മിഷേലും ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവിന്റെ സ്ഥാപകനുമായ ഡോക്ടർ KA പോളിന് ഒപ്പമാണ്. തലാലിന്റെ കുടുംബവുമായി താൻ ചർച്ച നടത്തി വരികയാണെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ KA പോൾ പറഞ്ഞിരുന്നു. നിമിഷപ്രിയയുടെ അമ്മയുടെയോ ഭർത്താവിന്റെയോ മകളുടെയോ പിന്തുണയില്ലാതെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചർച്ചകൾ നടത്തുന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിനിടയിലാണ് മോചന ചർച്ചകൾ നടത്തേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബമോ കുടുംബം ചുമതലപ്പെടുത്തുന്ന വ്യക്തികളോ ആകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുടുംബമാണ് ചർച്ച നടത്തേണ്ടത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ മുൻപ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് യമൻ സന്ദർശിക്കാനുള്ള അനുമതി നിഷേധിച്ചതാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സുഭാഷ് ചന്ദ്രൻ KR ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തുടർന്ന് തങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ തങ്ങൾക്കും പങ്കെടുക്കാൻ അവകാശമുണ്ടെന്നതാണ് കൗൺസിലിന്റെ വാദം. സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം വീണ്ടും ഉന്നയിക്കുമെന്ന നിലപാടിലാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയായ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ. അതേസമയം ജൂലൈ 28-ന് യമന്റെ തലസ്ഥാനമായ സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിനുള്ള തീരുമാനം എടുത്തതെന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. വിവരം യമനി പ്രതിനിധികൾ അറിയിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ഓഫീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികളിൽ വ്യക്തത വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ അതിരു കടന്നില്ലെന്നും സർക്കാരിന്റെ പാത ലഘൂകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വടക്കൻ യമനിൽ ഔദ്യോഗികമായി ഇടപെടുന്നതിൽ ഇന്ത്യൻ ഗവൺമെന്റിന് പരിമിതികളുണ്ടായിരുന്നു. തനിക്ക് യമൻ പണ്ഡിതരുമായുള്ള ബന്ധം ഇരയുടെ കുടുംബവുമായി സംഭാഷണം നടത്താൻ സഹായിച്ചുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ഹബീബ് ഉമർ ഹബീബിന്റെ ഇടപെടലാണ് കുടുംബവുമായി സംസാരിക്കാൻ അവസരമൊരുക്കിയത്. തലാലിന്റെ കുടുംബം അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി. യമൻ നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ നിയമപരമായ അവകാശികൾക്ക് മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് മാപ്പ് നൽകാൻ കഴിയൂ. അവർ മാപ്പ് നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കപ്പെടും. ദിയാദനം സ്വീകരിച്ചോ അല്ലാതെയോ മാപ്പ് നൽകാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയായ നിമിഷപ്രിയ തലാൽ അബ്ദുൾ മെഹ്ദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി എന്നതാണ് കേസ്.
2012 നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്കെത്തിയത്. അവിടെ വെച്ച് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു. തലാൽ അബ്ദുൾ മഹ്ദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനായി മഹ്ദിയെ കൊലപ്പെടുത്തുന്നു. 2017 സംഭവം നടന്നത്. നിമിഷയുടെ പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിക്കുകയും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തതോടെയാണ് രക്ഷപ്പെടാനായി മഹ്ദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത്. തലാൽ മയക്കുമരുന്നിന് അടിമയായതുകൊണ്ട് തന്നെ ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായില്ല. വീണ്ടും മരുന്ന് കുത്തിവെച്ചപ്പോഴുണ്ടായ ഓവർഡോസാണ് മരണകാരണം. മഹ്ദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ വെട്ടി നുറുക്കിയ നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവെച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ശ്രമങ്ങൾ. ബ്ലഡ് മണി അഥവാ ദിയാധനം എന്നാണ് ഈ തുക അറിയപ്പെടുന്നത്. പണം സ്വീകരിക്കാൻ തലാലിന്റെ കുടുംബം സമ്മതം നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും. നീതി നിർവഹണം നീണ്ടുപോയതിന്റെ പേരിൽ തലാലിന്റെ കുടുംബം ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു. 2024 ഡിസംബർ 23 ഹൂതി രാഷ്ട്രീയ കൗൺസിൽ പ്രസിഡന്റ് വധശിക്ഷ നടപ്പാക്കാനായി ഒപ്പുവെച്ച 3 കേസുകളിൽ ഒന്നാണ് നിമിഷപ്രിയയുടേത്. അതിൽ മറ്റു 2 കേസുകളിലെയും പ്രതികളുടെ വിധി നടപ്പാക്കിയപ്പോൾ ഇതുമാത്രം മാറ്റിവെച്ചതിനെതിരെ തലാലിന്റെ സഹോദരൻ പ്രതിഷേധം അറിയിച്ചിരുന്നു.